CPIM ജനറൽ സെക്രട്ടറിയുടെ ഒരു വാചകമാണ്. ഒറ്റ വാചകമേ ഉള്ളൂ. പക്ഷേ ആ വാചകത്തിന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തിക്കുന്നവർക്ക് ഒത്തിരി ദൃഷ്ടാന്തമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: ഹിന്ദുക്കളും പതിയെ പതിയെ മതം ചിന്തിക്കുന്നവരായി മാറിയിരിക്കുന്നു. KK രാഗേഷ്, CPM ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റേതാണ് ഈ പ്രസ്താവന. സംഗതി അതിൻ്റെ വ്യത്യസ്തമായ മാനങ്ങൾ കേട്ടാൽ തോന്നുക ഹിന്ദുക്കളെല്ലാവരും അല്ലെങ്കിൽ മാറി മാറി ചിന്തിച്ച് അവർ ആരായി മാറിയിരിക്കുന്നു? വർഗീയവാദികളോ അല്ലെങ്കിൽ മതവാദികളോ ഒക്കെയായി മാറിയിരിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ദ്വയാർത്ഥം, ഇത് മാറുന്നതിന് പ്രധാനമായും കാരണമായിരിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയാണ്. എന്നുവെച്ചാൽ ഇതൊരു നറേറ്റീവാണ്. ഇന്നലകളിൽ അങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യരിൽ പോലും അത്തരമൊരു ചിന്തയുണ്ടാക്കുന്നതിന് കാരണമായ ഒരു നറേറ്റീവാണ് ഇത്. ഈ പറഞ്ഞതുപോലെ സമീപകാലത്ത് ഈ പാർട്ടി സ്വീകരിച്ച പല നയവ്യതിയാനങ്ങളുടെയും തന്ത്രപരമായ സംഗതികളുടെയും ഒരു തുടർച്ചയാണ് ഇനിയും ആ തന്ത്രങ്ങളൊന്നും തിരിച്ചറിയാനാകാതെ പോയ താഴെത്തട്ടിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത പെട്ടിതൂങ്ങി ബേബികളായ ചിലരുടെ ചിന്തകളിലൂടെയാണ് ഇത്തരം ആശയങ്ങൾ ഉത്ഭവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായ കാര്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹിന്ദുക്കളെല്ലാം ക്രമേണ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്തരമൊരു ബ്രോഡർ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ ഇറക്കുന്നതിന് മതിയായ കാരണമൊന്നുമില്ല. ഈ സമീപത്തെ തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഹിന്ദു വിഭാഗത്തിലെ ഏതെങ്കിലും ആളുകൾ സവിശേഷമായ ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടി വോട്ട് ചെയ്തതായി എങ്ങും കാണാൻ പറ്റില്ല. 15 വർഷം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളിൻ്റെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ മനുഷ്യർ അവർ പല ചിന്തകളാൽ എല്ലാ കാലത്തും എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തിരിഞ്ഞ് ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സവിശേഷമായ രീതിയിൽ ഏത് പാർട്ടിയിൽപ്പെട്ട മുസ്ലിം സ്ഥാനാർത്ഥിയായാലും തങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന വാശിയോടെ ഹിന്ദുക്കൾ ആരും വോട്ട് ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും വോട്ട് ചെയ്തിട്ടില്ല. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് മാത്രമല്ല, ഒരുപക്ഷേ സമീപകാലത്തെ ഏറ്റവും ബെസ്റ്റ് റെഫറൻസ് പോയിൻ്റ് കൂടിയാണ് ഈ റിസൾട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ 3 സ്ഥാനാർത്ഥികൾ ജയിച്ചതോ എന്ന്. ആ 3 സ്ഥാനാർത്ഥികളും ജയിക്കാനുണ്ടായ സാഹചര്യം ഓരോ മണ്ഡലത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോഴാണ് അത് വലിയ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒന്നും ജയിച്ചതാണ് എന്ന് നമുക്ക് വിലയിരുത്താനാവാത്തത്. ഉദാഹരണത്തിന് നേമമണ്ഡലത്തിൽ എന്താ സ്ഥിതി? അവിടെ പണ്ട് മുതലേ, പഴയ കാലം മുതലേ BJP ഒക്കെ ഇത്രയും ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. കൗൺസിലർമാർ ധാരാളം പേർ ജയിച്ച സ്ഥലമാണ്. അവിടെ എപ്പോഴും ഒരു BJP വിരുദ്ധ സ്ഥാനാർത്ഥി ജയിച്ചുകൊണ്ടിരിക്കുന്നത് BJP വിരുദ്ധ പാർട്ടികളുടെ ഏകോപിച്ചുള്ള വോട്ട് കൊണ്ടാണ്. പക്ഷേ ഇത്തവണ സംഭവിച്ചതെന്താ? കടുത്ത ജനവികാരം CPMനെതിരെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രി, അദ്ദേഹം ഒരു തന്ത്രപരമായി എല്ലാവരുടെയും ഒരു സമവായ ജനപ്രതിനിധിയാകേണ്ടതിന് പകരം ഏതൊക്കെയോ ചുള്ളന്മാരായ ചെറുപ്പക്കാർ ഫേസ്ബുക്കിൽ എഴുതി കൊടുക്കുന്ന കുറിപ്പുകൾ, അത് സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയുമൊക്കെ പഴയ SFIക്കാരൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് എന്തെങ്കിലും അനുഭാവമുള്ള കോൺഗ്രസ്സുകാരെ കൂടി അദ്ദേഹം എതിരാക്കി. എന്നുവെച്ചാൽ BJP വരാതിരിക്കാൻ വേണ്ടി ഈ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ ഇത്തവണ അങ്ങനൊരു നിലപാട് സ്വീകരിക്കില്ലെന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, മൂന്നാമതായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥി നമ്മുടെ ശബരിനാഥ്, അത് വേറൊരു പാഴ്ചീട്ടാണ് എന്ന് വോട്ടർമാർക്ക് തോന്നിയില്ല. പണ്ട് പലരെയും ഇട്ടപ്പോൾ അത് പാഴാണ്, വെറുതെ ആണെന്ന് തോന്നി. എല്ലാം കൂടി ശിവൻകുട്ടിക്ക് ചെയ്തതുപോലെ ആയിരുന്നില്ല. ശബരിനാഥും ജയിച്ചു കളയുമോ, അല്ലെങ്കിൽ UDFകാരുടെ ജയിക്കാനുള്ള ഒരു വികാരം ഇത്തവണ ഒരു ഭ്രാന്ത് പോലെ അവിടെ ഉള്ളിലുണ്ടായതുകൊണ്ട് അവരും മാറ്റി വോട്ട് ചെയ്തു. ചുരുക്കത്തിൽ ഈ 2 പാർട്ടിക്കാരുടെയും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതോടുകൂടി അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. പിന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ CPIMനകത്ത് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമതായി കഴക്കൂട്ടത്തേക്ക് വന്നാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടായ CPM സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ശരത്ചന്ദ്ര പ്രസാദ്. അവരെ 2 പേരെയും കഴക്കൂട്ടം പോലെ ഒരുപാട് ടെക്നോക്രാറ്റുകളുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിർത്തിയപ്പോൾ അതിനേക്കാൾ എത്രയോ ഭേദമാണ് മുരളീധരൻ എന്ന് ചിന്തിച്ചത് വർഗീയത കൊണ്ടും മതം നോക്കിയൊന്നുമല്ല.
അത് ജനങ്ങളുടെ സ്വാഭാവികമായ ചോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചാത്തന്നൂർ മണ്ഡലത്തിലെ സ്ഥിതി എന്താ? ഈ ഗോപകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വേറെ വലിയൊരു വൈരാഗിയോ വിദ്വേഷിയായിട്ടൊന്നുമല്ല അവിടെയുള്ളത്. വളരെ സൗമ്യതയോടെ മനുഷ്യരോട് പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹം 3-4 പ്രാവശ്യമായി അവിടെ നിന്ന് പരാജയപ്പെടുന്നു. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജേന്ദ്രനെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും CPM-നകത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തോ നാട്ടിലോ ഇല്ല. സൂരജാകട്ടെ വേറൊരു സ്ഥലത്ത് നിന്ന് വെറും കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അവിടെ എത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ കണ്ട് കിടക്കുകയാണ്. പണ്ട് ജയലാൽ മത്സരിക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷ വോട്ടുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജയലാൽ പിടിക്കുമ്പോൾ ഇത്തവണത്തെ ഒരു കടുത്ത വിദ്വേഷ നിലപാടിൽ CPM-ന് വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച ഒരുപാട് മനുഷ്യരും ആ പാർട്ടിക്കകത്ത് പോലും സ്വീകാര്യതയില്ലാത്ത സ്ഥാനാർത്ഥിയും വന്നപ്പോൾ അവിടെ ഗോപകുമാറും ജയിച്ചു. അല്ലാതെ ഹിന്ദുക്കളെല്ലാവരും കൂടി വർഗീയതവാദികളായി ചിന്തിച്ചതുകൊണ്ടാണ് BJPക്ക് 3 സീറ്റ് കിട്ടിയത് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അവരങ്ങനെ വർഗീയവാദികളായി ചിന്തിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ സ്ഥിതിവിശേഷം ഇതാകുമായിരുന്നുമില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇതിലൂടെ രാകേഷ് പറഞ്ഞു വെക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമൊക്കെ തീരുമാനിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു വിഷം പുരട്ടിയ സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം അവരെല്ലാവരും കൂടി ചേരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളാകുന്ന മതേതര പാർട്ടിയെ തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിന് ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരുപാട് ത്യാഗികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത ആളാണ്. സത്യം പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താ? ഉത്തരേന്ത്യ മുഴുവൻ BJP പടർന്നു പന്തലിച്ചു. അവിടെ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ഉള്ളതുകൊണ്ടാണോ അവർ വളർന്നത്? 2, CPM നിറഞ്ഞാടിയിരുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും BJP ശക്തമായി മുന്നോട്ട് വന്നു. അവിടെ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണോ കാരണമായത്? അല്ലെങ്കിൽ മുസ്ലിം സമൂഹമാണോ കാരണമായത്? അവരുടെ എന്തെങ്കിലും സംഭാവന BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വർഗീയതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടോ? കഴിഞ്ഞ 15 വർഷമായി ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്ത് അമിത വർഗീയതയാണ്! നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല കഴിഞ്ഞ ഇലക്ഷനിൽ. എന്നാൽ അതിന് മുമ്പത്തെ 2 ഇലക്ഷനിലും നിങ്ങൾക്ക് തന്നെയാണ് ആ സമൂഹം വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്ത സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ തെറി പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റി സർവ്വപൂജനീയ വെള്ളാപ്പള്ളിയാക്കി കൊണ്ടു നടന്നാലും പിന്നെയും ആ സമൂഹം നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളാകുന്നതിന് ഈ കാരണങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ സാധാരണ പറയുന്ന മനുഷ്യനെ ഒരു പ്രത്യേക ദിശയിലേക്ക് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നറേറ്റീവാണ്. ആ നറേറ്റീവിനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നത് ഈ ഇടതുമുന്നണി അഥവാ അവരുടെ ധാർഷ്ട്യം, ചില പ്രവൃത്തികൾ, ചില നിലപാടുകൾ, അതോടൊപ്പം വെള്ളാപ്പള്ളി പ്രീണനം അടക്കമുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ താഴെത്തട്ടിൽ ചർച്ച ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പരാജയത്തിൻ്റെ കാരണം. പക്ഷേ മുകളിലുള്ള പെട്ടി തൂങ്ങികൾക്ക് ഇപ്പോഴും മുഖത്ത് നോക്കി ഇതാണ് വിഷയം എന്ന് ഉറക്കെ പറയാൻ കഴിയാത്ത ഗതികേടാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഇങ്ങനെ പറയുകയാണ്. അതെന്തിനാണ് ആ നറേറ്റീവ് എന്ന് ചോദിച്ചാൽ, ഈ കുഴപ്പം ഞങ്ങളുടേതൊന്നുമല്ല, ഞങ്ങളുടെ നേതാക്കളുടേതല്ല, ഞങ്ങളുടെ പ്രവൃത്തിയുടേതുമല്ല. മുസ്ലിങ്ങൾ വർഗീയമായി ചിന്തിച്ചു, ഹിന്ദുക്കൾ വർഗീയമായി ചിന്തിച്ചു എന്ന് പറയുന്നൊരു പെട്ടി തൂങ്ങി ന്യായം യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറയുകയാണ് കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി. ഇതിനെ ഉൾപ്പെടെയാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ തിരുത്തേണ്ടത്.